नमस्ते। आज की कक्षा में सबको स्वागत। ഇവിടെ നമ്മുടെ സക്കുബായി ഷാനാസ് മാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പർദ്ദയുടെ ഉള്ളിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. ഈശ്വരനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് അള്ളാഹുവിനെ വിളിച്ച് 5 നേരം നിസ്കരിച്ചിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് പെട്ടെന്ന് അപകടത്തിൽ മരിച്ചു പോകുന്നൊരവസ്ഥ. പിന്നീട് അവർ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ബച്ചം തും ഗർ സംഭാലോ, നിങ്ങൾ വീട് നോക്കിക്കോ, മേൻ തൂക്കാൻ സംഭാലത്തേ ഹും, ഞാൻ കട നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റിശ്തേദാർ वही रिश्तेदार है वे लोग कहते हैं, शहनाज अभी तुम्हारी उम्र ही क्या है, तुम्हें दूसरी शादी कर लेनी चाहिए. लेकिन ये शहनाज मैम मुस्कुरा कर कहती है, मेरी शादी तो चुकी है इस दुकान के साथ मेरी शादी हो चुकी है. ഈ കടയുടെ കൂടെ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത്. इतनी बड़ी हिम्मत वाली औरत है. उसके पास इतनी हिम्मत कहाँ से आई. यहाँ सकुबाई सोचती है, इतनी हिम्मत कहाँ से आई, ये अल्लाह ने दिया होगी. അള്ളാഹു കൊടുത്ത ആ ബലമാണ്, ആ ധൈര്യമാണെന്ന് സക്കുബായി ചിന്തിക്കുകയാണ്. उस समय एक टेलीफोन की घंटी बजती है. मैम सबके बारे में पूछती है और यहाँ सकुबाई उस स्त्री के बारे में कहती है. एक खन्ना भाभी जी उसके बारे में कहती है, उसके स्वभाव के बारे में कहती है. ഇവിടെ പറയുന്നുണ്ട്, ये बहुत अमीर घर की औरत है. कभी कभी ये भाभी जी हमारे उसके घर में पार्टी चल रही थी, उसमें आई हुई थी. उस समय बाहर के बाथरूम में कोई गया तो उस समय मैम साहब के बेडरूम के बाथरूम में गई. उसी समय यह सकुबाई बाथरूम में टॉवल रखने के लिए रूम में आती है. उस समय ये मैम साहब भाभी जी मैम साहब की मेकअप वाली टेबल की दराज में से कुछ निकाल कर अपने पर्स में रख दी है. അപ്പോൾ അവിടെ പേഴ്സിൽ നിന്ന് പേഴ്സിലേക്ക് എന്തോ വെക്കുന്നതായിട്ട് കാണാണ്. ആ സമയത്ത് ബാത്റൂമിൽ ടവൽ വെക്കാൻ വേണ്ടി വന്ന സക്കുബായി കാണുന്നത് ഈ സ്ത്രീ മേക്കപ്പ് സാധനങ്ങൾ വെക്കുന്ന നമ്മുടെ മേം സാബിൻ്റെ മേശയുടെ വലിപ്പ് തുറന്ന് അതിൽ നിന്ന് എന്തോ സാധനം എടുത്ത് പേഴ്സിൽ വെക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. ഇത് കണ്ടു എന്ന് തോന്നിയപ്പോൾ ആ സ്ത്രീ പറയാണ്, സക്കുബായി मैम वो टिഷ്യൂ ढूंढ रही थी. അപ്പം മേശവലിപ്പ് തുറന്ന് എടുക്കുന്നത് കണ്ടപ്പോൾ പറയണേ, ഞാൻ ടിഷ്യൂ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയണം. ഈ സമയത്ത് നമ്മുടെ സക്കു പറയുന്നുണ്ട്, मैंने कहा मैम साहब टिഷ്യൂ तो आपके सामने पड़ा है. ടിഷ്യൂ തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. ബാഹർ ഹാൾ മേ ബി ഹേ, പുറത്ത് ഹാളിലുണ്ട്. ഹർ ജഗ ടിഷ്യൂ ഹേ, എല്ലായിടത്തും ടിഷ്യൂ ഉണ്ട്. മുജെ ശക്ക് ഹുവാ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുജെ ശക്ക് ഹുവാ, സക്കുബായിക്ക് സംശയം. मैं सीधी मैम साहब के पास गई और धीरे से उन्हें बताया. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംശയം തോന്നിയിട്ട് സക്കുബായി നേരെ മേം സാബിൻ്റെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് വളരെ പതുക്കെ പറയുന്നുണ്ട്, तो वे बोली नहीं സക്കുബായി ഐസ नहीं हो सकता. അപ്പോൾ ആ മേം സാബ് പറയുന്നുണ്ട്, ഇല്ല സക്കുബായി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. തുമേ കോയി ഗലത് ഫഹമി ഹുയി ഹേ. ഗലത് ഫഹമി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയതാവും, അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനൊരു സ്ത്രീ അല്ല എന്ന് മേം സാബ് പറയണം.
मैं बोली पहले आप चलकर मेकअप वाली दराज में चेक कर लो. അപ്പോൾ സക്കുബായി പറയണ മാം സാറിനോട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്ന ആ ഷെൽഫ് അതിലൊന്ന് ചെക്ക് ചെയ്യാൻ പറയണം. ആ മേശ വലിപ്പ് തുറന്നൊന്ന് നോക്കാൻ പറയണം. ഓ ഫിർബി നഹിമാനി. എന്നിട്ട് അവരത് അനുസരിച്ചില്ല. മേനെ കഹ ദേഖ് ലോ ബാദ് ബി മത് ബോൽന. അപ്പം ഞാൻ വീണ്ടും പറയണേ ഒന്ന് പോയി നോക്ക്, പിന്നീടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. മേ അക്കേലി കാം കർണേ വാലി ബായി. അപ്പോൾ സക്കുബായി പറയണേ കാരണം ഇനി അവസാനം പിന്നീട് നോക്കുമ്പോൾ അത് കാണാല്ലെങ്കിൽ അത് സക്കുബായിയുടെ തലയിലേക്ക് വരിക. കാരണം അവിടെ പണിയെടുക്കുന്ന സ്ത്രീ എന്നുള്ള നിലയിൽ മേ അക്കേലി കാം കർണേ വാലി ബായി, ഞാനിവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സക്കുബായിയാണ്, സ്ത്രീയാണ്. ബാത്ത് മുജ് പർ ആയേക്ക്. എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ കഴിഞ്ഞത് എൻ്റെ തലയിൽ വീഴും. കുച്ച് ബി ഹോ ചോർ തോ ഹം ലോകം കോ ഹി സമച്ചാ ജാത്താ ഹെ. കുറച്ച് ആളുകളാണെങ്കിൽ കള്ളന്മാരായിട്ട് ഞങ്ങളതിനൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിൽ പണിക്ക് വരുന്നവർ എടുത്തുകൊണ്ടുപോയി എന്നുള്ള കണക്കൂട്ടലാണ്. മേം സാബ് നെ ദരാജ് ചെക്ക് की तो एकदम डर गई, हीरे की अंगूठी गायब. മേം സാബിനോട് പറഞ്ഞപ്പോൾ മേം സാബ് പോയി മേശവലിപ്പ് തുറന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ഞെട്ടി, ശരിക്കും പേടിച്ചു. ഹീരയ്ക്ക് അങ്കുട്ടി ഗായബ്. ഡയമണ്ടിൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഹീരയ്ക്ക് അങ്കുട്ടി ये गायब हो गई. അത് അപ്രത്യക്ഷമായി, കാണാനില്ല. उन्होंने अंगूठी पार्टी में पहनने के लिए निकाली थी. ഈ വജ്രമോതിരം പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കാനായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഫിർ ഭൂൽ ഗയി. പിന്നീട് അതും മറന്നു. മേം സാബിനെ സാഹബ് കോ അന്തർ ബുലായ. അപ്പം മേം സാബ് സാറിനകത്തേക്ക് വിളിച്ചു. സാഹബ് പോലെ നോ നോ പൂജ ഐസെ കൈസെ ഹോ സക്താ ഹേ. അപ്പോൾ പൂജ മേം സാബിനോട് പറയാണ് പൂജ ഐസെ കൈസെ ഹോ സക്താ ഹേ. ഇല്ല, ഇതെങ്ങനെയാണ് നടക്കുക, എന്തെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. മേനെ കഹാ ദേഖ് ലോ സാഹബ് ഹോ ഗയാ. അപ്പോൾ വീണ്ടും പറയണ് നമ്മുടെ സക്കുബേര് ദേഖ് ലോ സാഹബ് ഹോ ഗയാ. നോക്ക് സാറേ, ഇതുണ്ടായ കാര്യമാണെന്ന് പറയുന്നത്. സാഹബ് പോലെ അബ് ക്യാ കരേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? मैं बोली वो आप मेरे ऊपर छोड़ दो. वो आप मेरे ऊपर छोड़ दो. അപ്പോൾ അവരുടെ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അവരുടെ കാര്യം എനിക്ക് വിട്ടോളാൻ പറയണം. वो साली जांडी को तो मैं सीधा कर दूँगी. ആ സാലി എന്ന് പറഞ്ഞാൽ അവൾ വൃത്തികെട്ടവളനെ ജാണ്ടി എന്നാൽ തടിച്ചി, ആ വൃത്തിയുടെ തടിച്ചിയുടെ കാര്യം മേ സീതാ കർ ദൂങ്കി, ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയണം. അപ്പം സക്കുബായി പറയണ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ തന്നെ എല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറയണം. മേം സാഹബ് ബോലി സക്കുബായി വോ ബഹുത്ത് ബഡേ ആദ്മി കി വൈഫ് ഹേ. അപ്പം മേം സാബ് വീണ്ടും പറയണ സക്കുബായിയുടെ എന്താ പറയുന്നത്, അവർ വളരെ വലിയൊരു ആളുടെ ഭാര്യയാണ്, നല്ല കാശുള്ള വീട്ടിലെ ഒരു സ്ത്രീയാണ്, വലിയൊരാളുടെ ഭാര്യയാണെന്ന് പറയും. മേം ബോലി അരെ ബഡേ ആദ്മി കി വൈഫ് കോ वैसा बड़पन भी तो आना चाहिए और फिर अमीर होना बड़पन की गारंटी तो नहीं. പറയണ അരേ ബഡേ ആദമിക്ക് വൈഫ് കോ, ഇത്രയും വലിയൊരാളുടെ ഭാര്യയ്ക്ക് വൈസ ബഡ്പൻ ബി തോ ആനാ ചാഹിയെ, അതിനത്രയ്ക്കും വലിപ്പം വേണം, പരമഹിമ അല്ലെ മുഖത്തോടെ വേണം എന്നാണ് പറയുന്നത്. ഫിർ അമീർ ഹോന ബഡ്പൻ കി ഗ്യാരണ്ടി തോ നഹി. ഇനി പണക്കാരനാവാന്ന് പറയുന്നത് ഈ വലിപ്പം കാണിക്കാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. സാലി ചോർ, കള്ളിയാണ്. മേം സാബ് കോ ബോലി ആപ് ചിന്താ മത് കരോ. ഇപ്പോൾ സക്കുബായി പൂജ മേം സാബിനോട് പറഞ്ഞു നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയുന്നത്. കൊയ് ഷോർ നഹി ഹോക, ഒരു ബഹളം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കൊയ് ലഫട നഹി ഹോക, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നത്. ആപ്കി ചീസ് ആപ്കെ പാസ് ആ ജായേഗി ബസ്, നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും, അത് പോരെ ചോദിക്കണം. സാഹബ് പോലെ ഹാ സക്കുബായി കുച്ചു കരോ യാർ. അപ്പോൾ സാറ് പറഞ്ഞ അത് മതി, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാൻ പറയണം. മേ ബാഹറാകയി, അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു. ആയി തോ ദേഖ്തി ക്യാ ഹൂം വോ ഹാൾ മേ ബൈറ്റ് കർ ലപക് ലപക് കെ കാജു ഖാ രഹി തി. അങ്ങനെ ഇവരുടെ അനുവാദം വാങ്ങിച്ച് എന്ത് വേണേൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അനുവാദം വാങ്ങിച്ച് നമ്മുടെ സക്കുബായി പുറത്തേക്ക് വന്നു. നോക്കുമ്പോൾ ഹാളിലിരുന്നു കൊണ്ട് വേഗത്തിലിങ്ങനെ കേശനിട്ട് കശുവണ്ടി പരിപ്പ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മേ വഹീൻ ദർവാസയ്ക്ക് പാസ് ഗഡി ഉസ്കോ ദേഖ്തി രഹി. ഞാൻ ആ വാതിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവരെന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ അവരുടെ കയ്യിൽ പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സാധനം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന പേഴ്സോടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വാതിലിൻ്റെ അടുത്തുനിന്നുകൊണ്ട് സക്കുബായി സ്ത്രീയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1-2 മിനിറ്റ് കെ ബാദ് ഡാൻസ് കാ മ്യൂസിക് ചാലു ഹുവ. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡാൻസിൻ്റെ പാട്ട് അവിടെ പാട്ട് ആരംഭിച്ചു. ഉസേ ഡാൻസ് കർണേക്ക ബഹുത് ഷൗക്ക് ഹേ. നല്ല തടിച്ചിയാണ്, അവർക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളൊരു സ്ത്രീയാണ്, അതൊരു ഹോബിയാണ്, ഇഷ്ടമാണ്. और डांस करने में उसका 2-3 बार साड़ी का पल्लू नीचे गिरना ही गिरना. ഇപ്പോൾ സ്ത്രീയുടെ പ്രത്യേകം നമ്മൾ പറഞ്ഞു, സാരിയുടെ ഞൊറിയൊന്നും കുത്തി വെച്ചിട്ടുണ്ടാവില്ല, തടിയുള്ള ശരീരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഈ സാരിയുടെ ഞൊറി താഴെ വീഴും. അപ്പോൾ ആ ഫ്രണ്ട് സൈഡിൽ നിന്ന് സാരിയുടെ ഞൊറി മാറുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയണേ ഡാൻസ് करने में उसका 2-3 बार साड़ी का पल्लू नीचे गिरना ही गिरना. ഈ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം സാരിയുടെ ഈ പല്ലു താഴെ വീണുകൊണ്ടിരുന്നു. तो वो अपना पर्स रखकर डांस करने के लिए गड़ी हो गई. അങ്ങനെ അവരുടെ പേഴ്സ് അവിടെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കണം. हमारे एक पड़ोसी है डॉक्टर अग्रवाल साहब. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു അയൽക്കാരനാണ് ഡോക്ടർ അഗ്രവാൾ സാറ്. ഉൻകെ സാത്ത് ഡാൻസ് കർണ ലഗി. ഇപ്പോൾ ഈ സ്ത്രീ അവരുടെ കൂടെയാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. ആരുടെ കൂടെയാണ്? ഡോക്ടർ അഗ്രവാൾ സാറ് പടോസിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അഗ്രവാൾ സാഹബ് കോ ഡാൻസ് കർണേക്ക ബഹുത് ഷൗക്ക്. അഗ്രവാൾ സാറിനാണെങ്കിലോ ഡാൻസ് കളിക്കാനായിട്ട് വളരെയധികം താല്പര്യമൊക്കെ ഉള്ള ഒരാളാണ്. ഉൻകോ ഡാൻസ് കർണ നഹി ആത. പക്ഷേ ഡാൻസ് മാത്രം അദ്ദേഹം ചെയ്യാൻ സാധിക്കാറില്ല. वो हमेशा रेलगाड़ी चलाते हैं. അദ്ദേഹം എല്ലായ്പ്പോഴും ഹമേശ റെയിൽഗാഡി ചലാത്തെ ഹെ, എപ്പോഴും ഡാൻസ് കളിക്കുന്നതാണ്, റെയിൽഗാഡി പോകുന്ന പോലെയുള്ള ഡാൻസാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ ഡാൻസ് കളിക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയില്ല, എന്നാൽ ഇഷ്ടമാണ്. मैंने एकदम मौका देखकर पास की टेबल पर रखा उसका पर्स उठा लिया. അങ്ങനെ ഏക്തം മൗക്കാതെക്കർ, പെട്ടെന്ന് അവസരം കണ്ടപ്പോൾ പാസ് കി ടേബിൾ पर रखा, അടുത്തന്നെ ഡാൻസ് കളിക്കുന്നതിൻ്റെ അടുത്തന്നെ ടേബിളിൻ്റെ മുകളിൽ വെച്ച പേഴ്സ് നമ്മുടെ സൊക്കു എടുക്കുകയാണ്. അവർ സാടിക്ക് പല്ലുമേ ചിപ്പാക്കർ കിച്ചൺ മിലേ ഗയി. അങ്ങനെ സാരിയുടെ മുന്താണിയിൽ ഒളിപ്പിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് സക്കു. കിച്ചൺ മേ ജാക്കർ പേഴ്സ് ഖോലാ തോ ഉസ്മേ ഹീരയ്ക്ക് അങ്കൂട്ടി. അങ്ങനെ കിച്ചണിൽ ചെന്ന് നേരെ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ നേരത്തെ കാണാതെയായ മേം സാബിൻ്റെ, പൂജ മേം സാബിൻ്റെ വജ്രമോതിരം പേഴ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. मैंने झट से उस मेम से अंगूठी निकाली और पर्स बंद किया और हाल में आ गई. ഞാൻ പെട്ടെന്ന് തന്നെ ആ പേഴ്സിൽ നിന്ന് ഈ മോതിരം പുറത്തേക്ക് എടുത്തു. ഹീരയ്ക്ക് അങ്കൂട്ടി, നല്ല വിലയുള്ള വജ്രമോതിരമാണ്, അത് പുറത്തേക്ക് എടുത്ത് പേഴ്സ് അടച്ചിട്ട് വീണ്ടും ഹോളിലേക്ക് പോയി. മേനെ ദേക്കാക്കി വോ സാരി ജാണ്ടി അബി ബി നാച്ച് രഹി തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ തടിച്ച് അവളവിടെ നിന്നിട്ട് അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേനെ മൗക്ക ദേക്കർ പേഴ്സ് വഹിൻ ധീരെ സെ വാപ്പസ് രക്തിയാം. അങ്ങനെ സൂത്രത്തിൽ പേഴ്സൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ ചെന്ന് സാധനം പുറത്തേക്ക് മാറ്റി വെച്ച് തിരിച്ച് പേഴ്സ് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. അവിടെ പതുക്കെ കൊണ്ടുവന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. മേം സാബ് കോ സൈഡ് മേ ബുലായ और अंगूठी उनके हाथ में दे दी. അങ്ങനെ മേം സാബിനെ സൈഡിലേക്ക് വിളിച്ചു. സക്കുബായി സൈഡിലേക്ക് വിളിച്ചിട്ട് ഈ മോതിരം അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അങ്കൂട്ടി ദേക്കർ മേം സാബ് ബോലി സക്കൂ. അപ്പോൾ അങ്കൂട്ടി ഈ മോതിരം കണ്ടു കഴിഞ്ഞപ്പോൾ മേം സാബ് പറഞ്ഞു സക്കൂ എന്ന് വളരെ ഇതിൽ വിളിക്കുകയാണ്. അപ്പോൾ സക്കുബായി പറഞ്ഞു മേനെ കഹ ബക്കൂ. जब पार्टी खत्म हुई तो वो किचन में आई और 2-3 दाने इलायची और लौंग के मुँह में रखकर बोली ബായി സക്കു ബായി ബായി. അങ്ങനെ സക്കുന്ന് വളരെ സ്നേഹത്തോട് വിളിക്കേണ്ട, കാരണം കാണാതെ പോയ മോതിരം സക്കുബായിക്ക് സംശയം തോന്നിയിട്ടാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത്. സാധനം കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മേം സാബ് സക്കുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് സക്കു പറയുന്നുണ്ട് ബക്കു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പാർട്ടിയൊക്കെ അവസാനിച്ചു. അവർ കിച്ചണിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞവർ വന്നു കഴിഞ്ഞാൽ പകുതി ഭക്ഷണം ഒറ്റയടിക്ക് അവർ കഴിക്കുന്നു പറഞ്ഞു. അത്രയും വരി വലിച്ച് തിന്നുന്നൊരു സ്വഭാവക്കാരിയാണ്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നു. ഒരു 2-3 ഏലക്കായും ഇതൊക്കെ വായിൽ വെച്ച് ഇട്ടിട്ട് ബായി സക്കുബായി എന്ന് വിളിക്കുകയാണ്. മേനെ കഹാ ബായിക്ക് ബച്ചി ഇവിടെ ഇത്ര രഹി ഹോഗി. അപ്പം ഞാൻ പറഞ്ഞു, ബായിക്ക് ബച്ചി, അതായത് ബായിയുടെ മോള് ഇവിടെ ഇത്ര രഹി ഹോഗി. ബായിയുടെ മോൾക്ക് വളരെയധികം അഹങ്കരിക്കുന്നുണ്ടാവും എന്ന് പറയണേ. കാരണം സോച്ച് രഹി ഹോഗി കി ഇസ് ഗർമേ ബിടി കമായി കർക്കെ ലേ ജാ രഹി ഹെ. അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, സോച്ച് രഹി ഹോഗി, അപ്പോൾ ഒരു ചിന്തിക്കുന്നുണ്ടാവും ഈസ് ഗർ സേ ബടി കമായി കർക്കെ, ഈ വീട്ടിൽ നിന്ന് വളരെ വലിയൊരു സമ്പാദ്യമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തിക്കുന്നുണ്ടാവും. കാരണം വജ്രമോതിരാണ് ഈ സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഈ സാധനം കൊണ്ട് പോകാനുള്ള അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ സക്കുബായി കണ്ടെത്തിയത്. ഘർ ജാക്കർ പേഴ്സ് ഗോൽക്കർ ദേഖേഗി, വീട്ടിൽ ചെന്നിട്ട് പേഴ്സ് തുറന്ന് നോക്കും. തബ് പതാ ചലേഗ കി കിസിനെ ഉസ്കി വാട്ട് ലഗാ ദി. അപ്പോൾ ഇവിടെ നിന്ന് അറിയില്ല, വലിയ സമ്പാദ്യവുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ചിന്തിച്ചിട്ട് അത് വിരിക്കുന്നുണ്ടാവുക. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഹങ്കരിക്കാം, വലിയ സമ്പാദ്യവുമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ കാണാം. അപ്പോഴാണ് അറിയുക കിസി ന്യൂസ് കി വാട്ടിലകാതെ ആരോ ആ സാധനം തട്ടിയെടുത്തു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക. യാ സേർ കോ സവാ സെർമില, അതെ, ഒരു സേർ കൊടുത്തപ്പോൾ 1 സേർ കിട്ടിയെന്ന് പറയുന്നത് പോലെ. സവാ സേർ മില, സേർക്കോ സവാ സേർ മില, സവാ സേർ എന്ന് പറഞ്ഞാൽ 1/4 സേർ. അപ്പോൾ നമ്മളിൽ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ, അതായത് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് വിചാരിച്ച് എടുത്ത് വെച്ചത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് ഇനി അറിയാൻ പറ്റുള്ളൂ. പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ മാത്രമാണത് അറിയാൻ പറ്റുള്ളൂ. സക്കുബായി സോഫെ പർ ബൈഠത്തി ഹേ ഗഡി ദേഖ്തി ഹേ. അങ്ങനെ സക്കുബായി സോഫയിൽ വന്നിരിക്കുന്നു, വാച്ച് നോക്കുന്നു. സോഫെ സേ ഫിലിം പത്രിക ഉടാത്തി ഹേ, സോഫയിൽ നിന്ന് ഫിലിം മാഗസിൻ ഉണ്ട്, അതെടുക്കുന്നു. അവർ ഉസ്കെ പന്നെ പലർത്തി ഹേ, അതിൻ്റെ പേജൊക്കെ അങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കുബായി കിത്തനെ ദേർ ഹോ ഗയി ഹരേ ശംഭു മേരെക്കോ ദിലീപ് കുമാർ ബഹുത്ത് അച്ഛ ലഗ്ത. അപ്പോൾ ഈ മാഗസിൻ ഫിലിം മാഗസിനാണ്, അതെടുത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ സക്കുബായി പറയണേ, എത്ര നേരമായി. മേരെക്കോ ദിലീപ് കുമാർ ബഹുത്ത് അച്ഛ ലഗ്ത, എനിക്കാണെങ്കിൽ ദിലീപ് കുമാറിനെയാണ് ഇഷ്ടം. വോ പഹ്ലേക്ക് ഫിലിമോമേ ഹമാരെ ഗാവ് കി ഘാസ് കാത്ത, അത് നേരത്തെ ഉണ്ടായിരുന്ന സിനിമകളിലൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിൽ വളരെ ദരിദ്രമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അബ് നഹീം കാത്ത, ഇപ്പം ദാരിദ്ര്യമൊന്നുമില്ല. മേരി മാം കോ അശോക് കുമാർ ബഹുത്ത് അച്ഛ ലഗ്താ ഹേ സായിലിക്കോ കാജോൾ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അശോക് കുമാറിനെ വളരെ ഇഷ്ടമാണ്. ഇഷ്ടം നടന്മാരിലും ഇഷ്ടം അശോക് കുമാറിനെയാണ്. സായിലിക്കാണെങ്കിൽ കാജോളിനെയാണ് കൂടുതൽ ഇഷ്ടം. സായിലി ആരാണ്? സക്കുബായുടെ മോളാണ് സായിലി എന്ന് പറയുന്നത്. അബി ഉസ്നെ കിസി ഗൻ കെ സാത്ത് ഷാദി കർ ലി ഹേ. പക്ഷെ കാജോൾ ഇപ്പോൾ ഏതൊരു കന്നയുടെ കൂടെ അവളെ വിവാഹം കഴിഞ്ഞു. സുമൻ ഗോവിന്ദാക്കി പിക്ചർ ബഹുത് ദേഖ്തി ഹേ. ഇനി സുമനാണെങ്കിലോ ഗോവിന്ദയുടെ പിക്ചറാണ് കൂടുതലായിട്ട് കാണുക. സുമൻ മേരി ബാബി മേനെ ആപ്കോ ബത്തായ നഹി. സുമൻ എന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. സഹോദരൻ ആരാണ്? നിതിനാണ്. ഒരു സഹോദരൻ ഉള്ളതാണ് നിതിൻ, സഹോദരി വാസന്തിയായിരുന്നു. അപ്പോൾ സഹോദരൻ്റെ ഭാര്യയാണ് സുമൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നടന്മാരെ തന്നെ അല്ലെങ്കിൽ നടിമാരെ തന്നെ ഇഷ്ടം എന്ന് പറയുന്നു. ദിലീപ് കുമാർ സക്കുബായിക്ക്, സക്കുബായിയുടെ അമ്മയ്ക്കാണെങ്കിൽ അശോക് കുമാറിനെയാണ് ഇഷ്ടം. സായിലിക്കാണെങ്കിൽ കാജോളിനെയാണ് ഇഷ്ടം. സുമനാണെങ്കിൽ ഗോവിന്ദയുടെ പിക്ചറാണ് കൂടുതൽ കാണുക. ഇനി സുമൻ എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സുമൻ മേരി ബാബി ഹേ നിതിൻ കി പത്നി ഹേ, നിതിൻ്റെ ഭാര്യയാണ്. നിതിനെ ഷാദി കർലി ഹേ, നിതിൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണത്. ബഹുത്ത് അച്ചി ലടുക്കി ഹേ, വളരെ നല്ല പെൺകുട്ടിയാണ്. ഉസ്കെ ചോട്ടെ ചോട്ടെ ഹാത്ത് ചോട്ടെ ചോട്ടെ പയർ, അതായത് ചെറിയ ചെറിയ കയ്യും ചെറിയ ചെറിയ കാലൊക്കെയാണ്, അതായത് ഉയരം കുറവാണ്, ചെറിയ കയ്യും കാലൊക്കെയാണെന്ന് പറയുന്നത്. ഉസ്കാ സബ് കുച്ച് ചോട്ടാ ചോട്ടാ ഹേ, എല്ലാം ചെറുതാണ്, കയ്യും കാലൊക്കെ ചെറുതാണ്, നീളം കുറഞ്ഞ് ചെറിയൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നത്. ഉസ്കോ പിക്ചർ കാ ബഹുത്ത് ഷൗക്ക് ഹേ, അവൾക്കാണെങ്കിൽ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വയസ്സേ ബഹുത്ത് അച്ചി ഔരത്ത് ഹേ, എങ്ങനെയായാലും വളരെ നല്ലൊരു സ്ത്രീയാണ്. മേ ആയിക്കോ ബോലി तूने पिछले जन्म में ज़रूर कोई पुण्य का काम किया होगा जो तुझे इतनी अच्छी बहू मिली. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറയും, എന്താ പറയുന്നത്, തൂനെ പിച്ചിലെ ജന്മം, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ, അമ്മയോട് പറയണം, കഴിഞ്ഞ ജന്മത്തിൽ
നല്ലൊരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്. ആ പുണ്യകർമ്മം ചെയ്തുകൊണ്ടാവാം തുജത്തിന് അച്ചി ബഹുമിലി, ഇത്രയും നല്ല ഒരു മരുമകളെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാണെന്നാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഉസ്കേക്ക് ലഡ്ക്കാഹെ അജിത്ത്, ഇനിയിപ്പോൾ സഹോദരനെ നിതിൻ ഔർ സുമൻ അല്ലേ, നിതിനും സുമനും ഒരു മകനുണ്ട്. ഏക്ക് ലഡ്ക്കാഹെ ഉസ്കാ നാം ഹെ അജിത്ത്, ഒരു ആൺകുട്ടിയുണ്ട്, അവൻ്റെ പേര് അജിത്ത് എന്നാണ്. അവർ ഏക്ക് ലഡ്ക്കി ഹെ മീന, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുടെ പേരാണ് മീന. ബഹുത്ത് ഹി സുന്ദർ ഹേ വോ, അവളെ കാണാൻ നല്ല സുന്ദരി എന്ന് പറയുന്നത്. सब लोग बोलते हैं कि मीना अपनी आत्या पर गई है. ആത്യ എന്ന് പറഞ്ഞാൽ ആൻറ്റി. അപ്പോൾ പറയുന്നത് സബ് ലോഗ് പോലത്തെ എല്ലാ ആളുകളും പറയും മീന അത്രയും സുന്ദരിയെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് സുമന്നെ മേരി ഇവിടെ പറയണത് അപ്പനി ആത്യ പർ ഗയി ഹേ, അതായത് ആൻറ്റിയുടെ പോലെയെന്ന് എല്ലാവരും പറയും. ഈ മീന മകളെന്ന് പറയുന്നത് ഈ സഹോദരൻ്റെ മകളെ കണ്ടു കഴിഞ്ഞാൽ ആൻറ്റിയെ പോലെ എന്ന് പറയുന്നത് വളരെ സുന്ദരിയാണെന്ന് പറയുന്നു. ആത്യ യാനി കി മേം, ആത്യ ആൻറ്റി എന്ന് പറയുന്നത് ഞാൻ. സുമനെ മേരി ബഹുത്ത് മദത് കി ഹേ, സുമൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. यशवंत की बीमारी के टाइम में तो वो मेरे साथ ही हर जगह भागती. ഇനി യശ്വന്ത് ആരാണ്? യശ്വന്ത് ഖാക്ക്, നമ്മുടെ സക്കുബായുടെ ഭർത്താവാണ്. യശ്വന്തിന് അസുഖമായിരിക്കുന്ന സമയത്ത് ഓ മേരെ സാത്ത് ഹി ഹർ ജഗ ഭാഗ്തി, സക്കുബായുടെ കൂടെ യശ്വന്ത് ഖാക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ബാക്കി ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഓടാനൊക്കെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുമനായിരുന്നു. ഡോക്ടർ കെ പാസ് ജാന, ഡോക്ടറെ അടുത്തേക്ക് പോകണം. ഇസ് ആസ്പതാൽ സെ ഉസ് ആസ്പതാൽ, യഹാം സെ വഹാ, ഈ ആസ്പത്രിയിൽ നിന്ന് ആ ആസ്പത്രിയിലേക്ക്, ഇവിടെ നിന്ന് അവിടേക്ക്, അങ്ങനെ എവിടേക്ക് ഓടണമെങ്കിലും കൂടെ നമ്മുടെ സുമനും ഉണ്ടായിരുന്നു പറയുന്നത്. हुआ ये कि कोई 2.5 साल पहले मेरा आदमी बार बार बीमार पड़ता था. അപ്പോൾ ഒരു 2-2.5 വർഷം മുൻപ് തൊട്ട് തന്നെ എൻ്റെ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അസുഖം വരുമായിരുന്നു. യശ്വന്ത് ഖാക്കിന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുമായിരുന്നു. കബി പേറ്റ് ഖരാബ് ഹോത്തോ 2-3 മഹീനെ, ഇനിയിപ്പോൾ വയറിന് കേടുവരികയാണെങ്കിൽ ഒരു 2-3 മാസമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. കബി സാസ് കി തക്ലീഫ് ഹോത്തോ 2-3 മഹീനെ, ഇനിയിപ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോഴും 2-3 മാസം ആ തരത്തിൽ അങ്ങനെ ആയിരിക്കും. രാത് കോ ടേക്ക് സേ സോബി നഹീം പാത്താത്ത, രാത്രിയിലാണെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങാനും ശരിക്കും ഉറങ്ങാനും പറ്റിയിരുന്നില്ല. ഹമേശ ഹൽക്ക ബുഖാർ എത്താത്ത, എല്ലായ്പ്പോഴും ചെറിയൊരു പനി ഉണ്ടാകുമായിരുന്നു. ബുഖാർ ഇവിടെ ഹൽക്ക ബുഖാർ, നേരിയ പനി എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വയറിനായിരിക്കും അസുഖം, ചിലപ്പോൾ ശ്വാസം കിട്ടാത്ത പ്രശ്നമായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അസുഖങ്ങളുണ്ടാവും. 2 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള അസുഖമാണ്. രാത്രിയിൽ ശരിക്കും ഉറങ്ങാനും പറ്റിയിരുന്നില്ല, പനിയും ഉണ്ടായിരുന്നു. കോയി ഡോക്ടറിനെ ഏ ദവായി ദേത്ത, കോയി ഡോക്ടർ വോ ഏക്തം സൂക്കർ കാണ്ട ഹോ ഗയാത്ത. അപ്പോൾ കുറേ ഡോക്ടർമാരെ കണ്ട് ഡോക്ടർമാരും മരുന്നുകൾ കൊടുക്കും. അങ്ങനെ ഓരോ ഡോക്ടർമാരും മരുന്ന് കൊടുത്തു. ഏക്തം സൂക്കർ കാണ്ട ഹോ ഗയ, അത് ശരിക്കും പറയാൻ ക്ഷീണിച്ച് എല്ലും തോലോ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അസ്ഥിപഞ്ജരമായ പോലെ, അതായത് എല്ലും മാത്രമായിട്ടും മാറി, അത്രയും ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നത്. ചലനെ കോബി നഹി സക്താത്ത, അതായത് നടക്കാൻ പോലും ശരിക്കും പറ്റുമായിരുന്നില്ല, ആ അവസ്ഥയിൽ എത്തി എന്ന് പറയുന്നത്. കൊയ്യ് കുച്ച് പോലത്തെ കൊയ്യ് കുച്ച്, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഇടയ്ക്കും അതുമില്ല. പർ കൊയ്യ് സുധാർ നഹി ഹുവ, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അസുഖം ഭേദമാവുകയും ചെയ്തില്ല. ഫിറേക്ക് മുനിസിപ്പാലിറ്റി ഡോക്ടർക്കോ ദിഖായ, പിന്നെ അവിടെ മുനിസിപ്പാലിറ്റി ഡോക്ടറെ പോയി കാണിച്ചു, ഗവൺമെൻറ് ഡോക്ടറെ പോയി കാണിച്ചു. തോ ബോലാക്കി ഖൂൺ തബാസ് കർക്കേലാവോ, തബാസ് കർന്നാണ് ടെസ്റ്റ് ചെയ്യുക, പരിശോധിക്കുക. അപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ആ ഡോക്ടർ പറയണം. ഫിർ ഖൂൻ തപാസി കാ സബ് റിപ്പോർട്ട് ലേക്കർ ഡോക്ടർ കെ പാസ് ഗയേ, പിന്നീട് ഇവർ ഈ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റിൻ്റെയും റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ്. ഡോക്ടർ റിപ്പോർട്ട് ദേക്കർ സോച്ച് തരഹാം, അപ്പോൾ ഡോക്ടർ ഈ ബ്ലഡിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിറേക്ക് പർച്ചി ലിക്കർതി, പിന്നീട് ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയാണ് അവർക്ക്. എന്നിട്ട് പറയണേ തും ലോഗ് ജെ ജെ അസ്പതാൽ ജാവോ, നിങ്ങളെവിടെ പോകണം, ജെ ജെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയാണ്, ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളും ബാക്കി എല്ലാം കൂടിയുള്ള റിപ്പോർട്ട് അവിടെ തയ്യാറാക്കി കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ജെ ജെ ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ചെന്ന് ഡോക്ടറെ കാണാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം മേം ബോലി ക്യോം സാബ്, എന്തിനാണ്
वो बोले तुम्हारे आदमी को जो बीमारी है उसके लिए जे जे अस्पताल ही जाना होगा. നിങ്ങളുടെ ഭർത്താവിൻ്റെ അസുഖത്തിന് എവിടെ പോകണമെന്ന് പറയുന്നത്, ചികിത്സിക്കണമെങ്കിൽ ജെ ജെ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ രോഗത്തെക്കുറിച്ച് നമ്മുടെ സക്കുബായി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താണ് അസുഖം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല, അസുഖത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല. ഡോക്ടർ പറയുന്നില്ല, ഇവരുടെ അടുത്ത് പറയുന്നില്ല. ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് രോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. ഒരുപാട് പൈസയൊക്കെ ചിലവാകുന്നുണ്ട്. രോഗം എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.